ഇങ്ങനെ തിന്നണേന് എന്താ കുഴപ്പം? നല്ല ടേസ്റ്റ് അല്ലേ മക്കളെ ചട്ടിയിൽ തിന്നണത്. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് എല്ലാരും ചോറുന്ന, ഞാൻ മുട്ടുന്ന. ഇജ്ജെത്താ തിന്നണ്? ഓ രാവിലത്തെ ചപ്പാത്തി തിന്നണം. രാവിലത്തെ ചപ്പാത്തി ഇന്നത്തെ ചപ്പാത്തി എടാ ഇന്നലെ മമ്മാക്ക് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ. അത് പിന്നെന്താ സ്പെഷ്യല്? ഇതുണ്ടോ സ്പെഷ്യല്? ഇതിങ്ങനെ കാണണം, നിങ്ങൾ നോക്കണ്ട കേട്ടോ മക്കളെ. ഇതെന്താ ഇതോ? ആട്. ഇതൊരാൾ കൊടുന്നാട്ടോ ആട്. അപ്പൊ ആട് വെക്കാനൊന്നും വലിയ അറിവൊന്നുമില്ല, എന്നാലും കല്ലിനെ പോലെയൊക്കെ ആട് വെച്ചുട്ടോ. ആട് കഴിഞ്ഞു, ആടിന്റെ വെള്ളമുള്ളൂ. പിന്നെന്താ ചോറ് തിന്ന അവ രാവിലെ പുട്ട് തിന്നണ ഒരു എന്താ പറയാ, പുട്ട് തിന്നിട്ടില്ല, തിരക്കായിരുന്നു. അപ്പൊ ഉച്ചക്ക് രാവിലത്തെ കടി തിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഉച്ചക്ക് വെപ്രാള. ചോറ് വേണമെന്നില്ല. ചോറുണ്ട് കേട്ടോ. ചോറ് ഷെയ്മോള് രാവിലെ പോകുമ്പോഴത്തേന് റെഡി ആക്കിച്ചിട്ട് ഇത് പോയിട്ടില്ല കേട്ടോ. അതിന് തലവേദനയൊക്കെ ആയിട്ട് പോയിട്ടില്ല. അപ്പൊ ഉച്ചക്ക് തിന്നാഞ്ഞാലേ മനസ്സിക്കൊരു നമ്മളെ രാവിലത്തെ സ്കിപ്പ് ചെയ്താണ്ടാവില്ലേ ഒരു വെപ്രാളം അത് കേട്ടോ. പിന്നെ ബീഫ് അവൻ കൊടുന്ന കേട്ടോ. അപ്പൊ എന്താ വെള്ളിയാഴ്ച അല്ലേ ഞങ്ങൾ ഇറച്ചിയൊന്നും ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞാണ്ടേ അവൻ കൊടുന്നാണ് കേട്ടോ. പിന്നെ പുട്ട് നല്ല ടേസ്റ്റുള്ള പുട്ടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ പൊടി കൊണ്ട് ഉണ്ടാവും. പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ നന്നാവൂല, കട്ടയായിരിക്കൂലേ. ഇത് നമ്മളെ ഒന്നെങ്കിൽ നമ്മള് അരി വെള്ളത്തിലിട്ട് കാണ്ട് ഉണ്ടാക്കുമല്ലോ, അത് നല്ല ടേസ്റ്റി ആയിരിക്കൂലേ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഇത് നമ്മളെ എന്താ അജ്മി പുട്ടുപൊടി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ല സ്മൂത്ത് ആവും അത് എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ. രാവിലെ സൂപ്പറാണ്. പിന്നെന്താണോ അവിടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയാലോ, ആദ്യം പഴം കുഴച്ച് കാണ്ടാണ് അവർക്കൊക്കെ ഇഷ്ടം. അപ്പൊ ഇന്നലെ ലേഹം വാങ്ങാൻ ഒരാൾ വന്നിരുന്നു കേട്ടോ. ഞാൻ ഇല്ലായിരുന്നു കേട്ടോ. ആരാന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അതിൽ കാണുന്നുണ്ടാവും. ആരാന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനും കാക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇത് എന്നാരടാ അത് കൂടുന്നത്. ലേഹം വാങ്ങാൻ വന്ന ആളാട്ടോ. അപ്പൊ എന്തോ മുടിയളിച്ചെല്ലാം തോന്നുന്നു, അങ്ങനെ എന്തോ തോന്നുന്നു. ആരാന്നൊന്നും അറിയില്ല. അപ്പതാക്കടെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് കഴിയണ പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉമ്മക്ക് അവിടെ വയലിട്ട് കൊടുത്തേക്കാണ്. ഒച്ച കുറക്ക്. ഉമ്മ ലെവലായി വരുന്നുണ്ട് കേട്ടോ. വീഡിയോസ് വല്ലാതെ വരാത്ത ഞാൻ ഓരോ തിരക്കിലാണ് കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നെന്താ ലേഹം ആവശ്യമില്ലാലൊക്കെ കോണ്ടാക്ട് ചെയ്തോളി. പിന്നെ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് ലേഹം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അവിടുന്ന് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരല് കേട്ടോ. പിന്നെ 1/4 kg കേട്ടോ, കുറച്ചുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ ലേസം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്നാമത് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഇനി നമ്മള് പുറത്ത് പോയിട്ട് അപ്പോൾ ഉണ്ടാക്കാൻ കരുതി. ഇനിയിപ്പോൾ പുറത്ത് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു പരിമിതികളുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉമ്മ അത് ഓഫാക്കി കാണി, ഓഫാക്കി ഒന്നിങ്ങനെ വെക്കും. ഉമ്മ വയറൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. സ്മാർട്ടാണ്, പക്ഷെ നടക്കാനൊന്നും ചെറുച്ചുണ്ട് അവിടെ നിന്ന് കണ്ട്. അപ്പൊ അവിടുന്ന് ഉണ്ടാക്കി അവിടെ റെഡിയാക്കി ഒരുപാട് പണിയാണ്. നിങ്ങൾക്ക് അറിയില്ല, ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമ്മള് പുറത്ത് വേറെ വീടൊക്കെ റെഡി ആയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ഒന്നും കൂടി ഉഷാറാക്കി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇവിടെ നന്നാക്കിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് തിരിച്ചു തരാം. അപ്പൊ പുട്ടു തിന്നാണ്. അവർ ഇതിങ്ങനെ പറയാ, എന്താ ഞങ്ങള് വീഡിയോ ഇടാത്ത, ഇങ്ങനെ വിഷമിച്ചിരിക്കണ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയാ എനിക്കൊരു വിഷമമില്ല, പണ്ടേ എനിക്ക് വിഷമാണ്, എന്നും വിഷമാണ്. നിങ്ങള് പറയില്ലേ എന്നും 10 വീഡിയോ വിഷമാണ്. വിഷമല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? അതൊക്കെ ശരി, അത് ആ വൈക്ക് അങ്ങനെ പോയിക്കോളും ഇൻഷാ അല്ലാഹ്. പഠിച്ചോനല്ലേ വലുത്. എല്ലാത്തിനും തവക്കൽത്തു അലല്ല അല്ലേ. ആരോടും ഒന്നിനും പോലില്ല, ഒന്നിനും പോവില്ല. അപ്പൊ ഇതാക്കുന്ന നല്ല ബീഫാട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ബീഫ്. എനിക്ക് ഇഷ്ടാട്ടോ. ഞാനും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഉണ്ടാക്കുമ്പോ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടൂല കേട്ടോ. ഇതില് എന്താ ഉലുവിയൊക്കെ ഇടുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ. ഉലുവി കടുവൊക്കെ പൊടിച്ചിടും തോന്നുന്നു. നല്ലൊരു മണാട്ടോ. നമുക്ക് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുമ്പോ നല്ലൊരു മണാണ് അല്ലേ. ആ മണം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് കമന്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കും ബീഫൊക്കെ കൊണ്ടുവരുമ്പോ കേട്ടോ. എന്തെങ്കിലും ഇട്ടുകാണ്ടൊക്കെ. എന്നോട് ഒരാൾ നാളെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, പാത്തു അതിൽ ഉലുവ പൊടിച്ചിട്ടാ മതി, നല്ല മണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുട്ടുക്കൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആണ് അല്ലേ.
പിന്നെ ഇതും തന്നെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓലൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ റിതുവിന് പൊതുവെ ആട് അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയും കാക്കൂരോട് ആട് കൊണ്ട് ആടിന് വരും വിലയാണല്ലേ. ആടിന്റെ കാലിന്റെ കണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ മക്കളെ, ലേഹ്യം വേണ്ടപോലെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ഞാൻ ഈ ഷോർട്സും വീഡിയോസും വല്ലാതെ ചെയ്യാത്ത ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കിലായിട്ട് നമ്മളെല്ലാത്തിനും ഞാൻ തന്നെ വേണ്ടേ ഒക്കത്തിനും ഓടി നടക്കാൻ. അപ്പം അതിൻ്റെ തിരക്കായിട്ടാണ്. അപ്പോൾ കുറച്ചൊരു 15 kg കൂടി നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഷോർട്സ് ഇടണ്ട് കേട്ടോ. ഞാനും റിതുവോ അടിപൊളി പാട്ട് കണ്ടിക്കണടാ. ഓനറിയേ പാട്ടിട്ട് ഷോർട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വാങ്ങി തരുമോ ചോദിച്ചോ. വാങ്ങി കൊടുത്തില്ല ബീഫ്. ഞാൻ പറഞ്ഞോട് ആട് തിന്നോ. അപ്പൊ പറയാം ആടല്ല, ആടിന്റെ വള്ളല്ലല്ലേ ഉമ്മ. എന്താടാ അവർക്ക് എന്താ പറയാല്ലേ? പറയണോ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുക. പുട്ടെന്നാണ് ഒരണിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ചപ്പാത്തി ഇന്നലത്തെ ചപ്പാത്തി അല്ലേ തിന്നാണ്. ചോറുണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എനിക്ക് കൊറിയർ ഒരുപാട് എഴുതാണ്ടായപ്പോഴേ അത് അങ്ങനെ കൊടുന്നു. ഓന് രസം അരച്ചു കൊടുന്നു. അത് ചപ്പാത്തി തിന്നു. ഞാൻ പുട്ട് തിന്നു. അമ്മമാർക്ക് കഞ്ഞിയാണ് പോലെ. അങ്ങനെ കഞ്ഞിയാണ് വലിയ ഇഷ്ടം. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പുട്ടപ്പോൾ കുട്ടികൾ ഇങ്ങനെ തിന്നത്. ആ നേരത്തിന് രാവിലെ കിട്ടിയിട്ടില്ലേ ഞാൻ ആ രാവിലത്തെ ഉച്ചക്ക് തിന്നു. ഇനി ചോറ് വേണമെങ്കിൽ 4 മണിക്ക് തിന്നല്ലേ. പിന്നെന്താ, ലേഹം വേണ്ടിയവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക. ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. ലേഹം ഫ്രഷാണ്. നമ്മൾ ആഴ്ചയിൽ ഉണ്ടാക്കണതാണ്. ഒരു കെമിക്കലും ആഡ് ചെയ്യാതെ എല്ലാ ആഴ്ചകളിലും ഉണ്ടാക്കണതാണ്. ഇപ്രാവശ്യം ഞാൻ പരിമിതി കൊണ്ട് ലേസം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വല്ലാതെ ഷോർട്സും ചെയ്യാൻ ഞാൻ അറിയൂ കേട്ടോ. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഷോർട്സ് ഇട്ടാൽ തന്നെ നമുക്ക് എല്ലാ ആവശ്യക്കാർ വരും. അൽഹംദുലില്ലാ. അത് നമ്മളെ ലേഹം തിന്നിട്ട് അത് ടേസ്റ്റ് കണ്ടിട്ടോ അതിന് ഫലം കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. സ്ഥിരം കസ്റ്റമർ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ വല്ലാതെ ഷോർട്സും വീഡിയോസും ഞാൻ ആ ലേഹത്തിനെ പറ്റി ചെയ്യാത്ത അതാണ്. ഇപ്പം ലേസം 12 kg കൂടി ഇല്ലടാ. 12 ഉണ്ടാവില്ലേ? അവൻ കൂടി സ്റ്റോക്ക് ഉണ്ട്. അപ്പം അത് അവിടെ പെട്ടെന്ന് സെയിൽ ചെയ്യാൻ. എന്നിട്ട് ഇനി ഇവിടുന്ന് മാറിയിട്ട് നമുക്ക് അവിടുന്ന് ഉണ്ടാക്കാന്ന് കരുതിയിട്ടാട്ടോ. സൂപ്പറാക്കിക്കൊണ്ട് ഉണ്ടാക്കാൻ കരുതിയിട്ട്. അപ്പോൾ ആവശ്യമില്ല പെട്ടെന്ന് പൗതി അയക്കണോലൊക്കെ ഉണ്ടാവും. ഞാൻ മുഴുവനായിട്ട് വിളിച്ചായിരുന്നുണ്ടാവും. തിന്നുകാണ്ട് പൗതി ആക്കികളുണ്ടാവുമല്ലോ. അപ്പോൾ വേണ്ടതിൽ പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളി. ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ. പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഡെമോ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്യൂ കേട്ടോ. നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു തിരക്കൊണ്ടാണ് വീഡിയോസ് വരാത്തത്. പിന്നെ പൊതുവെ ഉമ്മാക്ക് വയ്യായി അല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ പാടിയുടെ എംഎൽഎ കുറച്ച് ബെല്ല് എടുത്ത് വെച്ചിരുന്നു. അതാ മുഴുവനും എഡിറ്റ് ചെയ്യാത്തത്. ഓന് ഒഴിവില്ല. ഓനെ ഒന്നും ആട്ടാ ഒഴിവുണ്ട്. മഴ ചൂട് വേഗം മഴയും വീഡിയോ തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തെ കാണുമ്പോ ഭയങ്കര വെച്ചോ. അപ്പൊ ഒരു വീടിന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ അപ്ഡേഷന് ഞങ്ങൾക്ക് തന്നിരിക്കും. ആരും കുറ്റപ്പെടുത്തി ഉണ്ടായിട്ടൊന്നും നിങ്ങൾ കമന്റ് ഇടരുത് കേട്ടോ. ദയവ് ചെയ്ത് നമ്മളെ ആ ഒരു ഇത് നിങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ചെയ്തു എന്നുള്ളൂ. ഇനി പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ നമ്മളെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. നമുക്കൊരു രീതി ഉണ്ട് അല്ലേ, ഒരു മാന്യമായിട്ട് ചെയ്യണ ഒരു രീതി. ആ രീതിക്കേ നമ്മൾ പോവുള്ളൂ കേട്ടോ. ഇൻഷാല്ലാ അത് കാണാൻ ഞങ്ങൾ ഇരിക്കണറിയാം. ചുട്ടാമണിയാളെ എന്താ കാട്ടി തരാത്ത വെച്ചിട്ടുണ്ടല്ലേ. കുഞ്ഞമണിയാളെ ട്രൗസറും കുപ്പായൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നല്ല അടിപൊളി വീഡിയോ ഉണ്ട് കേട്ടോ. ഞങ്ങള് പുറത്ത് പോയിന വീഡിയോ അത് വരും. ഇൻഷാല്ലാ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.